ഏതായാലും റഷീദ്, സർവകക്ഷി യോഗത്തിന് ശേഷം ഒരു ബ്രീഫിംഗ് കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മാധ്യമങ്ങളോട് ഏത് തരത്തിലാണ് കേന്ദ്ര സർക്കാർ ഈ സർവകക്ഷി യോഗത്തെക്കുറിച്ച് വിശദീകരിക്കാനിരിക്കുന്നത് എന്ന് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നു. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഇത്തരം തിരിച്ചടികളെ നോക്കിക്കാണുന്നത്, വിലയിരുത്തുന്നത്, ഇരു രാജ്യങ്ങൾക്കുമുള്ള പിന്തുണ ഏത് രീതിയിൽ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്താണ് എന്ന് ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ തന്നെ സർവകക്ഷി യോഗം വിളിച്ച് അത് വിശദീകരിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതിനാൽ തന്നെ ആ ബ്രീഫിങ്ങിനോട് കാത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങളെല്ലാം തന്നെ. ഇന്ത്യക്ക് കൂടുതൽ പിന്തുണ വരുന്നുണ്ട് ലോകരാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന്. വിനീഷ്, തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട ബ്രീഫിംഗ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തന്നെയായിരുന്നു, അല്ലെങ്കിൽ അതീവ രഹസ്യമായിക്കൊണ്ട് തന്നെയായിരുന്നു പാകിസ്ഥാനിലുള്ള ഭീകരവാദികൾക്കും അതോടൊപ്പം ഭീകര കേന്ദ്രങ്ങളും 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചത്. പിന്നാലെ അതുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ ഭാഗത്തുള്ള ഷെല്ലാക്രമണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ലോകരാജ്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ അമേരിക്കയും അതോടൊപ്പം മറ്റു രാജ്യങ്ങളൊക്കെ തന്നെയും ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിലനിൽക്കുമെന്നുള്ളൊരു നിലപാട് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ആളുകൾ പ്രതികരണം വന്നിട്ടുണ്ട്. അതായത് ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ്, അല്ലെങ്കിൽ ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം റഷ്യ, മറ്റു ചൈന തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ തന്നെയും അവരുടെ നിലപാടുകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യക്തമാക്കിയിരിക്കുന്നു. റഷ്യ അതോടൊപ്പം ചൈന ഈ രാജ്യങ്ങൾ പ്രധാനമായും മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം ഇന്ത്യയും പാകിസ്ഥാനും ഞങ്ങളുടെ ഈ അയൽ രാജ്യങ്ങളാണ്. അത്തരത്തിൽ നയതന്ത്രപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉഭയകക്ഷി ചർച്ചകളിലൂടെ അടക്കം സംയമനം പാലിച്ചുകൊണ്ട് അത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചൈനയും അതോടൊപ്പം റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിലനിൽക്കുമെന്ന ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും നേരത്തെ നിലപാട് ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും UAE, ഖത്തർ തുടങ്ങിയിട്ടുള്ള ഈ രാജ്യങ്ങളിലെ അമീർമാരുമായി ഒക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതോടൊപ്പം വിദേശകാര്യ മന്ത്രി S ജയശങ്കർ അടക്കമുള്ള ആളുകൾ സംസാരിച്ചിരുന്നു. ഈ രാജ്യങ്ങളുടെയൊക്കെ തന്നെ ഈ പിന്തുണയും ഇന്ത്യക്ക് നേരത്തെ തന്നെ ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം കൂട്ടിയുറപ്പിക്കുന്നതും അതോടൊപ്പം അവരുടെ ഒരു പിന്തുണ നേടുന്നതും കേന്ദ്ര സർക്കാർ കാര്യമായിട്ടുള്ള ചർച്ചകളിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതേസമയം പാകിസ്ഥാനും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി പാകിസ്ഥാൻ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളുടെ ഒരു പിന്തുണ പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ശക്തമായിട്ടുള്ളൊരു തിരിച്ചടിക്ക് തയ്യാറായി നിൽക്കുകയാണ്. ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും 3 സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടൊരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട യാതൊരു ബന്ധവും തങ്ങൾക്കില്ല, അല്ലെങ്കിൽ ഭീകരവാദികളുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യമായിരുന്നു പാകിസ്ഥാൻ നേരത്തെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ഭീകരരുടെ മരണാനന്തര ചടങ്ങുകളിലടക്കം പാകിസ്ഥാൻ സൈന്യം പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊക്കെ തന്നെയും സമൂഹ മാധ്യമങ്ങളൊക്കെ ഏറെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ വീണ്ടും പാകിസ്ഥാനെതിരെ തിരിച്ചടി നൽകുമെന്നൊരു ഭയപ്പാട് പാകിസ്ഥാന് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ നിലവിൽ അതിർത്തി മേഖലകളിലൊക്കെ തന്നെയും ഏറെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. എന്തായാലും ഇരു രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നയതന്ത്ര ചർച്ചകളും അതോടൊപ്പം ഈ ഭീകരവാദത്തിനെതിരെ തങ്ങൾക്കൊപ്പം നിലനിൽക്കണമെന്നുള്ള അഭ്യർത്ഥനകളും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഐക്യരാഷ്ട്രസഭയടക്കം പാകിസ്ഥാനെ വലിയ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഈ ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം ISIയുമായി ബന്ധപ്പെട്ട ഈ ഭീകരവാദികൾക്ക് അതോടൊപ്പം ഈ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഭീകരാക്രമണത്തിൽ ഇത്തരം ഭീകര സംഘടനകൾക്ക് ഇത്തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ അത് വ്യക്തമാക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം ഇതൊരു രാജ്യാന്തര പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് അതോടൊപ്പം ലോകരാജ്യങ്ങൾക്കിടയിൽ ജമ്മു കാശ്മീർ വീണ്ടും ഒരു ചർച്ചയാക്കാനുള്ള ശ്രമമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നൊരു
വിമർശനവും ഒരു രൂക്ഷ വിമർശനവും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകിയിരുന്നു. എന്തായാലും ഈ ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള സഹായ അഭ്യർത്ഥനയടക്കമുള്ള അല്ലെങ്കിൽ നയതന്ത്ര ചർച്ചകൾ ഇതിനോടകം തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിരവധി രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിലനിൽക്കുമെന്ന ഒരു ഭീകരവാദത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിലനിൽക്കുമെന്ന ഒരു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് സർവകക്ഷി യോഗങ്ങൾ ചേരുന്നത്. ഈ യോഗത്തിന് ശേഷവും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധവും അതോടൊപ്പം ഭീകരവാദത്തിനെതിരെ തങ്ങൾക്കൊപ്പം നിലനിൽക്കണമെന്ന ഒരു കാര്യവും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുകയും ചെയ്യും. വിനിഷ.